ഗായത്രി മന്ത്രം നിത്യവും ഒരു തവണ ജപിച്ചാൽ, അതെ, ഗായത്രി മന്ത്രം നിത്യവും ജപിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് നോക്കാം. ഓരോ വ്യക്തിയും നിത്യവും ഗായത്രി മന്ത്രം ജപിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം. ആദ്യം ഗായത്രി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് ചൊല്ലാം. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇതാണ് മന്ത്രം: ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അർത്ഥം പറഞ്ഞാൽ ഓം പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന പുണ്യശബ്ദം, ഭൂ ഭൂമി, ഭുവസ് അന്തരീക്ഷം, സ്വർ സ്വർഗം, തത് ആ സവിതുർ സവിതാവിന്റെ സൂര്യന്റെ, വരേണ്യം ശ്രേഷ്ഠമായ, ഭർഗസ് ഊർജപ്രവാഹം പ്രകാശം, ദേവസ്യ ദൈവികമായ, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു, യഹ യാതൊന്ന്, നഹ ഞങ്ങളുടെ നമ്മളുടെ, ധിയഹ ബുദ്ധികളെ, പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ എന്നാണ്. മഹർഷി വിശ്വാമിത്രനാണ് ഈ മന്ത്രത്തിന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്നാണ് ഐതിഹ്യം. ക്ഷത്രിയനായ അദ്ദേഹം തന്നെയാണ് ഈ മന്ത്രത്തിന്റെ ഋഷിയും. ഈ മന്ത്രം ഒരു തവണ ജപിച്ചാൽ അന്ന് ദിനത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ശമിക്കുമെന്നും, 10 തവണ ജപിച്ചാൽ ആ ഒരു ദിവസത്തെ പാപങ്ങൾ ശമിക്കുമെന്നും, 1,00,000 തവണ ജപിച്ചാൽ ആ ജന്മത്തിലെ പാപങ്ങൾ മുഴുവൻ ശമിക്കുമെന്നാണ് വിശ്വാസം. അതിനർത്ഥം പാപങ്ങൾ ചെയ്തു കൂട്ടുക, ശേഷം ഗായത്രി മന്ത്രം ജപിക്കുക എന്നല്ല. പകരം ഈ മന്ത്രത്തിന്റെ അത്ര കണ്ട് ശക്തിയുണ്ട് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുതൽ ജപിച്ചു തുടങ്ങിക്കോളൂ.